വെൽക്കം ബാക്ക് ടു കുഞ്ഞാമിനാസ് റെസിപ്പീസ്. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ കുഞ്ഞാമിനാസ് സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇരുമ്പ് ചട്ടിയുടെ ഗുണങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ മാക്സിമം ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് അല്പം കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. അപ്പം നമ്മൾ എല്ലാ കടുകും പൊട്ടിയ ശേഷം ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കടുക് ഫുള്ള് പൊട്ടാതെ ഒന്നും ഇട്ട് കൊടുക്കരുത്. അങ്ങനെ നമ്മളുടെ കടുക് കംപ്ലീറ്റ് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് 1 ടീസ്പൂൺ കടുകും 2 ടീസ്പൂൺ ഉലുവയും കൂടി അരച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ തീ ഒന്ന് ഓഫാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്, പച്ചവെള്ളമല്ല. അതുപോലെ സ്റ്റവ് ഇനി ഓണാക്കി കൊടുക്കുക. അങ്ങനെ നമ്മളുടെ മസാല കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് മസാലയുടെ. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുക. പച്ച മാങ്ങയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു മീഡിയം സൈസ് മാങ്ങയാണ് പൊടിയായി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല മാംഗോ സീസൺ ആണല്ലോ. അപ്പം നമ്മൾ ഈ സീസണിൽ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ ആകുമ്പോൾ കഴിക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ആ മാങ്ങ ഇരുന്ന് നല്ല പരുവായിട്ടുണ്ടാവും അച്ചാർ. അതുപോലെ തന്നെ മഴക്കാലത്ത് മാങ്ങ ഉണ്ടാവണതൊക്കെ നാശമാവുകയാണ് പതിവ്. അപ്പം നമ്മൾ ഈ വേനൽക്കാലത്ത് ഉണ്ടാക്കി വെച്ചാലാണ് അന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ അച്ചാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ 1.5 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക. അവിടെ ഞാൻ പൊടിക്കായാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് അല്പം കറിവേപ്പില മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. മുറിച്ചിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ അച്ചാറുകളിൽ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണമെന്നാണ് എപ്പോഴും പറയുക. അപ്പോൾ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അല്പം കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ മാംഗോ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.